പാപമോചനത്തിന്റെ എല്ലാ രംഗങ്ങളും കടന്നു വരേണ്ടുന്ന ഒരു അടിമ തന്റെ രക്ഷിതാവിങ്കിലേക്ക് ആത്മാർത്ഥമായി മടങ്ങേണ്ടുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. നമ്മൾ എത്ര ആളുകൾ ഇപ്പോൾ ഒരു ദിവസം നോമ്പ് നമ്മിൽ നിന്ന് കടന്നു പോയാലും നമുക്ക് ഇസ്തിഗ്ഫാറും തൗബയും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ, റമദാനിലെ നോമ്പ് കൊണ്ട് ലഭിക്കുന്ന മഹാഭാഗ്യം പുണ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും പരിശുദ്ധ റമദാനിൽ ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻ കഴിഞ്ഞു പോയ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. വിശ്വാസികളെ, തെറ്റു ചെയ്യാത്ത ആളുകളുണ്ടോ? പാപങ്ങൾ ജീവിതത്തിലേക്ക് വന്നു പോകാത്ത മനുഷ്യരുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ആ പാപം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി. ആരെന്നറിയുമോ? അത്തവ്വാബീൻ, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ്. ജീവിതത്തില് തെറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അഥവാ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അത് റബ്ബിങ്കിലേക്ക് ആത്മാർത്ഥമായി എടുത്തു പറഞ്ഞുകൊണ്ട് മടങ്ങുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ പരിശുദ്ധമായ റമദാൻ അത് ഷഹ്റുൽ മഗ്ഫിറ, അത് പാപമോചനത്തിന്റെ മാസമാണ്. തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് കരഞ്ഞ കണ്ണുമായി റബ്ബിങ്കലേക്ക് അടുക്കുവാൻ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. നമുക്കുണ്ടോ ആ ഒരു പ്രകൃതം? ആത്മാർത്ഥമായി ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കാം. വിശ്വാസികളെ, ഈ മാസത്തെ ഈ അവസരത്തെ മുതലെടുക്കാത്തവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമയും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദാ മിമ്പറിലൂടെ കയറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണയാണ് ആമീൻ ആമീൻ എന്ന് ചൊല്ലിയത്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, ഒരാളും പ്രാർത്ഥിക്കുന്നതായി ഞങ്ങൾ കണ്ടില്ല, ഒരാളും ദുആ നടത്തുന്നതായി ഞങ്ങൾ കണ്ടില്ല നബിയേ, പിന്നെ എന്തിനാണ് താങ്കൾ ആമീൻ എന്ന് ചൊല്ലിയത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, സ്വഹാബാ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് ഒരു പ്രാർത്ഥന. 2-3 പ്രാർത്ഥനകളുണ്ട്. അതിലെ ഒന്നാമത്തെ, അതിൽ ഉൾപ്പെടുന്ന ഒരു പ്രാർത്ഥനയായി നമുക്ക് കാണുവാൻ കഴിയും. മൻ അദ്റക ശഹ്റ റമളാന ഫലം യുഗ്ഫർ ലഹു ഫദഖല അന്നാർ ഫഅബഅദഹു അല്ലാഹ്. ഒരാൾക്ക് പരിശുദ്ധമായ റമളാൻ ലഭിക്കുകയും എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്താൽ അല്ലാഹു അവനെ വിദൂരത്താക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ്. സ്വഹാബാ, നോക്കൂ, നിങ്ങൾ പ്രാർത്ഥിച്ചത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം ആണെങ്കിൽ വിശ്വാസികളെ ആമീൻ എന്ന് പറഞ്ഞത് ലോകത്തിന്റെ കാരുണ്യമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പറഞ്ഞത് സ്വഹാബത്തിനോടാണെങ്കിൽ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടേ? അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടേ?